ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചും, രണ്ടാമത് കാല് ഗ്ലാസ് ഊറ്റി കഴുത്തിൽ തൂങ്ങിച്ചാകാൻ വേണ്ടിയിട്ട് ഷാള് മുറുക്കിയ കാര്യങ്ങൾ, അരി വെക്കാൻ, ചോറ് വെക്കാൻ അരിയില്ലാത്ത അവസ്ഥ, തീ കത്തിക്കാൻ ഗ്യാസ് ഇല്ലാത്ത അവസ്ഥ, അതിൻ്റെയൊക്കെ ഫോട്ടോ കണ്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു. ഇതിൽ രണ്ടിലൊന്ന് തീരുമാനമാക്കണം. കമ്പനിയുടെ പറ്റിക്കപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം, അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കണം എന്നുള്ള ഉത്തമ നിശ്ചയത്തോടുകൂടി അവൻ ഇറങ്ങിപ്പെട്ടു. അവനൊരു സഖാവായിരുന്നു. അപ്പോൾ സഖാവ് മറ്റു ജനങ്ങളുടെ വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഖാക്കൾക്ക് അങ്ങനെയാണ്, ലോകത്തുള്ള ഏത് വിഷമതകളും മനസ്സിലാക്കാനും അത് തൻ്റേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള മനസ്സുണ്ടാവണം ഒരു നല്ലൊരു സഖാവൻ. അപ്പോൾ ഇദ്ദേഹവും SFI തൊട്ട് എല്ലാം തൊട്ടും ഒരു സഖാവാണ് എന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും കണ്ണൂർ സഖാക്കളെ പോലെ പറ്റൂല അതിന്. അപ്പോൾ ഇദ്ദേഹം പുറപ്പെട്ടു. 3000 കോടിയുടെ തട്ടിപ്പ് നടത്തിയ CEO-യെ, വീട്ടമ്മ എന്ന് ഇവർ പറയുന്ന CEO-യെ കണ്ടുമുട്ടി. നല്ല സ്മാർട്ട് പയ്യൻ, എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന ഒരാൾ എന്നാണ് ശ്രീനാഥ് പ്രതാപൻ ഇദ്ദേഹത്തെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വേഗം മനസ്സിലാവും എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ജയിലിൽ പോയി പ്രതാപനെ കണ്ടു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. പിന്നെ അങ്ങ് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തായാലും നിക്ഷേപകരെ വഞ്ചിക്കുന്ന പരിപാടിയാണ് അന്ന് തൊട്ട് ഇദ്ദേഹം എടുത്തു പോയിരുന്നത്. നമുക്ക് അറിയാം, PMLA ആക്ടിൻ്റെ ഭേദഗതി വന്നിരുന്നത് 2016-ലാണ്. ആദ്യത്തെ ഭേദഗതി എന്ന് പറയുന്നത് വിജയ് മല്യയെ പോലെയുള്ള, നീരവ് മോദിയെ പോലെയുള്ള ആൾക്കാർ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് മുങ്ങിയപ്പോൾ അവരുടെ ആസ്തികൾ പിടിച്ചെടുത്തുകൊണ്ട് ED പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ED പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ അന്ന് നിന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കാണോ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്, പൊതുമേഖലാ ബാങ്കുകൾക്കാണ്. ആ ബാങ്കുകൾക്ക് തിരികെ കൊടുക്കാനുള്ള അമെൻമെൻ്റാണ് 2016 കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ നീരവ് മോദിയും വിജയ് മല്യയും ഒക്കെ പറ്റിച്ച് ഇന്ത്യയിൽ നിന്ന് മുങ്ങിയപ്പോൾ അവരുടെ ആസ്തികൾ വിറ്റുകൊണ്ട് ഈ ബാങ്കുകൾക്ക് കിട്ടാനുള്ള ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപ തിരികെ കൊടുത്തു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുതിയ ഭേദഗതി പ്രകാരം. അതിനുശേഷമാണ് ആ ഭേദഗതി നടപ്പിലാക്കി വരുമ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ ഈ കേസ് അവസാനിച്ചതിന് ശേഷം കൊടുക്കുന്നതിനേക്കാൾ എന്തായാലും ഈ പണം നിക്ഷേപകരുടേതാണ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിൻ്റേതായിരിക്കാം. പണം നഷ്ടപ്പെട്ടവർക്ക് എന്തിന് കേസ് അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കണം? കേസ് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അത് കൊടുക്കാനുള്ള പ്രൊവിഷൻ വന്നു. 2019 ജനുവരി 11 അതിൻ്റെ ഗസറ്റ് വന്നിരുന്നത്. ആ ഗസറ്റിൽ പറയുന്നത് ട്രയൽ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പണം വീതിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. ആ ഒരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഇന്ന് രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള PMLA കോടതികളെല്ലാം തന്നെ പണം നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ EDയുടെ ഭാഗത്തു നിന്നുണ്ടായി. അഡ്മിഷന് വേണ്ടി പണം കൊടുക്കുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്ത രക്ഷിതാക്കൾക്ക് ED കഴിഞ്ഞ മാസം പണം കൊടുത്തു. അതിൻ്റെ ചെക്ക് കൈമാറുന്ന വീഡിയോവും അതിനുശേഷമുണ്ടായ പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് ED ഹൈറിച്ചിൻ്റെ കേസിൽ
കൊടുക്കാമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഈ കേസ് നീണ്ടു പോയപ്പോൾ അത് മറ്റ് കേസുകളിൽ ആയി എന്നുള്ളതാണ്. എന്നിട്ടും അതിനെതിരെ ഒരു പരാതിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഇനി ആർക്കും പണം കൊടുക്കരുത് എന്ന ഒരു ഇടക്കാല ഉത്തരവുണ്ടായപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അതിൽ നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. അതിൽ ഹൈക്കോടതി ഇനി ആർക്കും കൊടുക്കരുത്, നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞതിന് ഹൈറിച്ചില് പണം ഇരട്ടി ലാഭം ഉണ്ടാക്കിയ ആൾക്കാർക്ക് വളരെ സന്തോഷമായിരുന്നു. ഇനി എങ്ങാറ്റൻ ED ഹൈറിച്ച് കേസിലും കൊടുത്താലോ എന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ സന്തോഷിച്ചിരുന്നത്. അതിനൊരു ഇടക്കാല ഉത്തരവുണ്ടായപ്പോൾ അർമാദിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂര് സെഷൻസ് കോടതി രണ്ടാം തവണയും ഇത് മണി ചെയിനാണെന്ന് ഇവരുടെ വിധിന്യായത്തിലെ 49ാമത്തെ പാരഗ്രാഫിൽ പ്രത്യേകം പറയുന്നു. ഇവർക്ക് യാതൊരുവിധ ബിസിനസ്സും ഉണ്ടായിരുന്നില്ല, മണി ചെയിൻ മാത്രമാണ് ഇവർ നടത്തിയിരുന്നത് എന്ന്. 49 അതുപ്രകാരം ഇവരുടെ ആസ്തികൾ വിറ്റുകൊണ്ട് നിക്ഷേപകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ കോടതിയിൽ പോയി ഒരു ഹർജി നൽകി. നമുക്ക് 60 ദിവസത്തിനിടയ്ക്ക് അപ്പീലിന് പോകാനുള്ള സാവകാശമുണ്ട്, അതുകൊണ്ട് അതിന് മുന്നേ ഇതൊന്നും വിറ്റ് കളയരുത് എന്ന് പറഞ്ഞിട്ട് അത് കോടതി ഭാഗികമായി അംഗീകരിച്ചപ്പോൾ ഇവർക്ക് സന്തോഷമായിരുന്നു. ശ്രീനക്കില്ലാത്ത സന്തോഷം. നിക്ഷേപകർക്ക് അല്ലെങ്കിൽ FIR ഇട്ടവർക്ക് പണം കിട്ടില്ല, അതിനുള്ള പണി നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അർമാദിക്കലായിരുന്നു മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ശ്രീന പോലും ഇത്രയധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവർ പറഞ്ഞ സമയത്ത്. പണ്ട് ശ്രീന വാതിലടച്ചുകൊണ്ട് ഈ മണ്ടന്മാർക്കൊന്നും അറിയില്ലേ, ഈ കമ്പനി ഇനി തിരിച്ചു വരില്ല, എന്നിട്ടും കാണുന്നില്ലേ കെട്ടുകണക്കിന് പണം കൊണ്ടു തരുന്നു എന്ന് പറഞ്ഞ് മന്ദഹസിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അത് വേറെ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഈ അപ്പീൽ കൊടുക്കുകയും അതിൽ ഇടക്കാല ഉത്തരവ് എന്താണ് ഉത്തരവ്? അറ്റാച്ച് ചെയ്യാം, പക്ഷെങ്കിൽ സെയിൽ നടത്തണ്ട, അറ്റാച്ച് ചെയ്തു വെക്കാം, പക്ഷെങ്കിൽ കൈമാറ്റം നടത്തണ്ട എന്ന് പറഞ്ഞപ്പോഴും ഇവർ അർമാദിക്കുകയായിരുന്നു ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ED ബഡ്സ് അതോറിറ്റിക്ക് കത്ത് നൽകുന്നു. ഇതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ കേസിൽ നടത്തിയതുപോലെ പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ നിങ്ങൾ നടത്തുന്നത് പോലെ നിങ്ങൾ ഹൈറിച്ചിൻ്റെ കേസിലും PMLA ആക്ട് പ്രകാരം അതിൻ്റെ 8 പ്രകാരം നിങ്ങൾ PMLA കോടതിയിൽ അപേക്ഷ നൽകൂ എന്ന് പറഞ്ഞ് കത്ത് നൽകിയതിൻ്റെ മറുപടിയായി ഗവൺമെൻറ് ഉത്തരവിട്ടിരിക്കുന്നു. എറണാകുളം ജില്ലാ കളക്ടറോട് ഒരു വക്കീലിനെ വെച്ച് ഈ പണം ബഡ്സ് അതോറിറ്റിയിലേക്ക് കൈമാറാനുള്ള നടപടികൾ കോടതിയുടെ അനുമതി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരവുണ്ടായിരിക്കുന്നത് 4-ാം തീയതിയാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ് ഗവൺമെൻറ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ പറയുന്നത് ED ഇതിനെ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അത് ഇവൻ ആധാരമായിട്ട് കൊണ്ടുവരുന്നത് 2013 പൂട്ടിപ്പോയ ബിസേർ തട്ടിപ്പിൻ്റെ MD. എങ്ങനെയാണ് ബിസേർ തട്ടിപ്പിൻ്റെ MD ഒക്കെ നിങ്ങൾക്ക് വലിയ സ്വീകാര്യനായ ആളായി മാറിയത് എന്ന് സഖാവിനോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് സഖാവെ ഇങ്ങനെ 24,000 ആൾക്കാരെ പറ്റിച്ച ഒരുത്തൻ നിങ്ങൾക്കൊക്കെ സ്വീകാര്യനായി മാറിയത്? ബിസേർ തട്ടിപ്പിൻ്റെ കഥ എന്ന് പറയുന്നത് അവരൊക്കെ പാർട്ട്ണർമാരാണ്. ഓരോ സ്ഥലത്തും സ്ഥലം വാങ്ങി ബിൽഡിങ് കെട്ടി അവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുമെന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ പാർട്ട്ണർമാരാണ് അവരൊക്കെ കൂട്ടുപ്രതികളാണ്. ഇതുപോലെ ആൾക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യത്തോടു കൂടി ഒത്തുചേർന്നവരാണ്.
അവർക്ക് പണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് PCMC ആക്ടിൻ്റെ വയലേഷൻ കൂടിയാണ്. മണി ചെയിൻ പ്രകാരം അല്ലെങ്കിൽ ഇതുപോലെയുള്ള തട്ടിപ്പിൽ പണമിറക്കി ലാഭം കൊയ്യാൻ വേണ്ടി നിന്നവരും ഇതിൻ്റെ പ്രതികളായി വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ED അതിൽ ഇടപെട്ട് അവർക്ക് പണം കൊടുക്കാൻ പറ്റില്ല, ഫ്രീസ് ചെയ്തതിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇവിടെ 2016 പുതിയ അമെൻമെൻ്റ് ഉണ്ടാകുന്നു. അത് 19 അന്വേഷണം നടക്കുമ്പോൾ തന്നെ പണം കൊടുക്കാമെന്നും അത് ഇവിടെ പ്രാവർത്തികമാക്കി കഴിഞ്ഞു പല കോടതികൾ. ഗ്രീൻ വാലി കേസിലും മറ്റ് നിരവധി കേസുകളിൽ അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു. എന്നിട്ടും 2013 ഒരു പത്രസമ്മേളനം, 13 14 പത്രസമ്മേളനം വെച്ച് അവൻ പറയുകയാണ്, ഇതാ ഇങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും, പക്ഷേങ്കിൽ ഇതാണ് സത്യം, നമുക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. എങ്കിൽ എന്തുകൊണ്ട് പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും സീക്രട്ടുകളും പുറത്തു വിട്ടു പോകും. അപ്പോൾ ഇനിയുള്ളത് ബാരിക്കയാണ്. ബാരിക്കയായിട്ട് ഇന്നലത്തെ തൃശ്ശൂരെ മീറ്റിംഗ് കഴിഞ്ഞ് ബാരിക്കയെ വൈകിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാരിക്ക പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ബാരിക്ക, കലക്ടറെ കണ്ടു, കലക്ടർ എല്ലാം കേട്ടു എന്നൊക്കെയാണ്. ബാരിക്കയോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ബാരിക്ക എങ്ങനെയാണ് ഈ പറ്റിക്കപ്പെട്ടവരൊക്കെ സ്റ്റേജിൻ്റെ മുകളിലും, പറ്റിച്ചവർ സ്റ്റേജിൻ്റെ മുകളിലും പറ്റിക്കപ്പെട്ടവർ താഴെയും ഇരിക്കുന്നത്? അതെന്താണ് അവർക്ക് സ്റ്റേജിൻ്റെ മുകളിൽ ഇരുന്നത്? അവരെങ്ങനെയാണ് അവർ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് 800 രൂപയുടെ ചായപ്പൊടി വിറ്റും പുതപ്പ് വിറ്റും അവർ കോടികൾ ഉണ്ടാക്കിയവരല്ലേ ബാരിക്ക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാരിക്ക പറയാണ് അതിനെന്താണ്, അവർ അധ്വാനിച്ചിട്ടാണ്, അവർ കമ്പനിക്ക് വേണ്ടി നന്നായി വർക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് 800 രൂപയുടെ ഐഡിയ അടിച്ചിട്ട് പുതപ്പ് വിറ്റിട്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയത് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അവരിങ്ങനെ അധ്വാനിച്ചിട്ടാണ് കോടികൾ ഉണ്ടാക്കിയതെങ്കിൽ എങ്ങനെയാണ് ജിനിലിൻ്റെ മകന് 60 ലക്ഷം രൂപ വന്നത്, മാസം 60 ലക്ഷം രൂപ ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞത്? അവൻ എന്ത് അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് അവൻ ഇത്ര പൈസ കിട്ടിയെന്ന്? അവനല്ല, അവൻ്റെ അച്ഛനാണ് അധ്വാനിച്ചത് എന്നാണ് അതിന് ബാരിക്ക ഉത്തരം പറഞ്ഞത്. അതെ, അവൻ്റെ അച്ഛൻ അധ്വാനിച്ച രാവിലെ 6 മണി മുതൽ 8 മണി വരെ 800 വിജയമന്ത്രം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് 10,000-കണക്കിന് ആൾക്കാർ വഴിയാധാരമായിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് ജപ്തി നോട്ടീസും മറ്റ് കടക്കണിയിലുമായിരിക്കുന്നത്? അവരെയൊക്കെ മഹത്വൽക്കരിക്കുകയാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ. ക്രിപ്റ്റോ തട്ടിപ്പിലൂടെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ അബ്ദുൾ ബാരി എന്ന് പറയുന്ന ഇവരുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ളത്. ഇതിനെ കാർ അടിച്ചു, മറ്റേ ഗോൾഡ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രോഷറുകൾ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ ഇത് തന്നെ പറയാനുള്ളൂ, പാവപ്പെട്ട ജനങ്ങൾക്ക് പണം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് അവരുടെ കേസുകൾ നീട്ടിവെക്കാൻ വേണ്ടി ഒരാൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവനെ തിരിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ ബാരിക്കയൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളെ നന്നാക്കാൻ ദൈവത്തിന് പോലും ആവില്ല എന്നാണ് ബാരിക്കയുടെ വാക്കുകൾ കേട്ട് സൊസൈറ്റിയും മറ്റ് തട്ടിപ്പുമായിട്ട് അല്ലെങ്കിൽ 200 രൂപയും 500 രൂപയും 1000 രൂപയും എടുത്തിട്ട് ഇവരുടെ തള്ളു കേൾക്കാൻ പോകുന്നവരോട് പറയാനുള്ളത്. ബൈ.